50 വയസ്സ് കഴിഞ്ഞാൽ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. 50 വയസ്സ് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, എനിക്കിനി റിസ്ക് ഒന്നും എടുക്കാൻ വയ്യ, ബാങ്കിലെ FD മാത്രം മതി. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇന്നത്തെ കാലത്ത് നമ്മൾ റിസ്ക് എടുക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ റിസ്ക്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഉദാഹരണത്തിന് നിങ്ങൾ ബാങ്കിലെ FDയിൽ ഒരു 7% ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് കരുതുക. പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ ഇൻഫ്ലേഷൻ റേറ്റ് ഏകദേശം 6 to 7% തന്നെയാണ്. ഇതിന്റെ കൂടെ നിങ്ങൾ ടാക്സും കൂടെ കൊടുക്കുമ്പോൾ സത്യത്തിൽ നിങ്ങളുടെ പണത്തിന് എന്ത് ഗ്രോത്ത് ആണ് കിട്ടുന്നത് എന്ന് കൂടി നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പണം ബാങ്കിലിരുന്ന് വളരുകയല്ല, അതിന്റെ വാല്യൂ കുറഞ്ഞു വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാര്യം വളരെ ക്ലിയർ ആണ്, 50 വയസ്സ് കഴിഞ്ഞവർ ഷെയർ മാർക്കറ്റിലേക്ക് വരേണ്ടത് കയ്യിലുള്ള പൈസ പെട്ടെന്ന് ഡബിൾ ആക്കാനല്ല, പകരം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കി ഈ പണത്തിന്റെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന സൈലന്റ് ആയിട്ടുള്ള ശത്രു തിന്നു തീർക്കുന്നതിനെതിരെ പോരാടാൻ വേണ്ടിയാണ്. ഇതിന് കൃത്യമായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ആവശ്യമുണ്ട്. ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് തനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. 50 വയസ്സാകുമ്പോഴേക്കും നമ്മുടെ ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ മാറും. ഇത് വെറും സേവിങ്സ് മാത്രമല്ല, നമ്മുടെ ലൈഫിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കുള്ള ഒരു ഉറപ്പാണ് ഈ പണം. മക്കളുടെ വിദ്യാഭ്യാസം, കല്യാണം, വീടിന്റെ മെയിന്റനൻസ്, പെട്ടെന്ന് വരുന്ന മെഡിക്കൽ എമർജൻസീസ്, പിന്നെ നമ്മുടെ റിട്ടയർമെന്റിന് ശേഷമുള്ള ആ ഒരു പ്ലാൻ അല്ലെങ്കിൽ ജീവിതം, ഇതിനെല്ലാം നമുക്ക് പണം വേണം. അതുകൊണ്ട് തന്നെ നമ്മുടെ പണത്തിന് മുകളിലുള്ള റിസ്ക് കുറയ്ക്കുന്നതും പേടിയോടെ കൈകാര്യം ചെയ്യുന്നതും ഒക്കെ വളരെ നോർമലാണ്. മാർക്കറ്റ് പെട്ടെന്ന് ക്രാഷ് ആയാൽ എന്ത് ചെയ്യും? ഞാൻ വാങ്ങിയ ഒരു സ്റ്റോപ്പ് ലോസിൽ പോയാൽ എനിക്കത് റിക്കവർ ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ വളരെ സ്വാഭാവികമാണ്. പക്ഷേ ഈ പേടി കാരണം ഷെയർ മാർക്കറ്റിൽ നിന്ന് ഫുള്ളായിട്ട് മാറി നിൽക്കുന്നത് വലിയൊരു റിസ്ക് തന്നെയാണ്. കാരണം ഹിസ്റ്ററി നോക്കിയാൽ ലോങ് ടൈമിൽ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ എപ്പോഴും ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഇക്വിറ്റി, അതായത് സ്റ്റോക്സ് ആണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ബാങ്ക് FD നോക്കിയാൽ സേഫ്റ്റി ഉണ്ട്, പക്ഷേ ഗ്രോത്ത് വളരെ കുറവാണ്. ഇക്വിറ്റി നോക്കുകയാണെങ്കിൽ വോളറ്റാലിറ്റി ഉണ്ടാവും, പക്ഷേ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 50 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ഗോള് മാറണം. പെട്ടെന്ന് തന്നെ റിച്ച് ആകാം എന്ന ചിന്തയിൽ നിന്ന് എന്റെ സേവിങ്സ് എങ്ങനെ സേഫ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്ത് അതിനെ പതുക്കെ ഗ്രോ ചെയ്യാൻ കഴിയും എന്നതിലേക്ക് നമ്മൾ ഒരു മൈൻഡ് സെറ്റ് മാറ്റേണ്ടതുണ്ട്. അതിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 4 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂൾസ് ആണ് നമുക്ക് ഇതിന് ഏറ്റവും പരമപ്രധാനമായിട്ട് വേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ റൂൾ എന്താണ് എന്നതിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അസറ്റ് അലോക്കേഷന് 100ന്റെ നിയമം. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ജേർണിയിലെ ആദ്യത്തെ റൂൾ വളരെ സിമ്പിൾ ആണ്. ഇതിനെ റൂൾ ഓഫ് 100 എന്ന് പറയാം. തുടക്കക്കാർക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഗൈഡാണ്. ഫോർമുല ഇതാണ്: 100 മൈനസ് നിങ്ങളുടെ ഏജ് ഈക്വൽ ടു എത്ര ശതമാനം എക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. എക്സാമ്പിൾ നോക്കാം. നിങ്ങൾ 50 വയസ്സാണ് പ്രായമെങ്കിൽ 100 മൈനസ് 50 ശതമാനമാണ് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നത്. അതായത് 50% വരെ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് 55 വയസ്സാണ് പ്രായമെങ്കിൽ 100 മൈനസ് 55 45 ശതമാനമാണ് നമ്മുടെ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്ലാൻ 45 ശതമാനമായിട്ട് കുറയ്ക്കാം. 60 വയസ്സിൽ ഇത് 40 ആയിട്ട് ലിമിറ്റ് ചെയ്യണം. അപ്പൊ ബാക്കി വരുന്ന പൈസ എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ കൂടി നമുക്കുണ്ട്. ഡെപ്റ്റ് ഫണ്ട്, ബാങ്ക് FD, ലിക്വിഡ് ഫണ്ട് അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം, ഇതുപോലെയുള്ള ഗവൺമെന്റ് സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്ക് പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്കും ഒരു റെഗുലർ ഇൻകം കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. നല്ലൊരു കല്ലിൽ കൊത്തിയ റൂളൊന്നുമല്ല. തുടക്കക്കാർക്ക് എളുപ്പ വഴിയായിട്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. ആയുസ് കൂടിയതുകൊണ്ട് പല ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സും ഇപ്പോൾ 110 അല്ലെങ്കിൽ 120 ഒക്കെ യൂസ് ചെയ്യാൻ പറയാറുണ്ട്. പ്രായം കൂടുന്തോറും നമ്മുടെ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി കുറയും. അതുകൊണ്ടാണ് നമ്മുടെ പോർട്ട്ഫോളിയോ ഇക്വിറ്റിയുടെ ഗ്രോത്തും ഡെപ്റ്റിന്റെ സ്റ്റെബിലിറ്റിയും ഒരുപോലെ ബാലൻസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആകും. ഇവിടെ ഒരു സീക്രട്ട് ഉണ്ട്. മുഴുവൻ പൈസയും FDയിൽ ഇട്ടാൽ ഒരു സമാധാനം കിട്ടും. പക്ഷേ കാലം പോകുന്തോറും സാധനങ്ങളുടെ വില കൂടുമ്പോൾ ഇതേ പൈസ വെച്ച് നിങ്ങൾക്ക് പണ്ട് വാങ്ങിയിരുന്ന അത്രയും സാധനങ്ങൾ വാങ്ങാൻ പറ്റില്ല. നിങ്ങളുടെ പണം ഒരിടത്ത് തന്നെ നിൽക്കുമ്പോൾ ചിലവുകൾ റോക്കറ്റ് പോലെ മുകളിലേക്ക് പോവുകയാണ്. അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ റൂളിലേക്ക് കിടക്കാം. SIP ആണോ അതോ നേരിട്ട് സ്റ്റോക്ക് വാങ്ങുന്നതാണോ നല്ലത്? എല്ലാവർക്കുമുള്ള ഒരു വളരെ വലിയ സംശയമാണ്, മ്യൂച്വൽ ഫണ്ട് SIP ചെയ്യുന്നതോ അല്ലെങ്കിൽ നേരിട്ട് സ്റ്റോക്ക് വാങ്ങുന്നതാണോ നല്ലത് എന്നുള്ളത്. 50 വയസ്സ് കഴിഞ്ഞ ഒരു ഇൻവെസ്റ്റർ എന്ന നിലയ്ക്ക് നിങ്ങളുടെ കോർ പോർട്ട്ഫോളിയോയ്ക്ക് ഏറ്റവും നല്ലത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, അതായത് SIP തന്നെയാണ്. പ്രത്യേകിച്ചും ഈ 3 തരം ഫണ്ടുകളിലായിട്ട് നമുക്കിത് ഡൈവേഴ്സിഫൈ ചെയ്യേണ്ടതുണ്ട്. ഒന്നാമത് നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട്. ഇത് ഇൻഡെക്സ് മാർക്കറ്റിലെ ഏറ്റവും വലിയ 50 കമ്പനികളിൽ ഒറ്റയടിക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെയാണ്. മറ്റു ഇക്വിറ്റി ഓപ്ഷൻസിനേക്കാൾ ഇതിന് റിസ്ക് കുറവാണ്. പക്ഷെ രണ്ടാമത്തെ സെറ്റ് എന്ന് പറയുന്നത് ലാർജ് ക്യാപ്പ് ഡിവിഡന്റ് മ്യൂച്വൽ ഫണ്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും സ്റ്റേബിളും വലുതുമായിട്ടുള്ള കമ്പനികളിൽ ഫോക്കസ് ചെയ്യുന്ന ഫണ്ടുകളാണിത്. മൂന്നാമതായിട്ട് ഡിസിപ്ലിൻഡ് ഫ്ലെക്സി ക്യാപ് ഫണ്ടുകൾ. മാർക്കറ്റിലെ സിറ്റുവേഷൻ അനുസരിച്ച് പലതരം കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് മാറ്റാൻ കഴിവുള്ള ഫണ്ട് മാനേജർ ഹാൻഡിൽ ചെയ്യുന്ന ഫണ്ടാണിത്. ഇതെന്താ നല്ലതെന്ന് ചോദിച്ചാൽ
ഈ ഒരു പ്രായത്തിൽ നമ്മുടെ ലക്ഷ്യം സ്റ്റോക്ക് മാർക്കറ്റ് പഠിച്ചൊരു ഹീറോ ആവുക എന്നല്ല, പകരം ടെൻഷൻ ഇല്ലാതെ കൺസിസ്റ്റന്റ് ആയിട്ട് കോമ്പൗണ്ടിങ് നേടുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നേരിട്ട് സ്റ്റോക്സ് വാങ്ങാനേ പാടില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്റ്റോക്കുകൾ സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ പഠിച്ചു വാങ്ങണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഐഡിയ ആദ്യം പറഞ്ഞു തന്നത്. അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പരമപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഇനി പറയുന്നവയാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. ഒന്നാമതായിട്ട്, ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനിയുടെ ബിസിനസ് എന്താണെന്ന് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. കടം കുറഞ്ഞതും കൺസിസ്റ്റന്റ്ലി പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതുമായിട്ടുള്ള കമ്പനികളിൽ മാത്രം സെലക്ട് ചെയ്യുക. കുറഞ്ഞത് 5 വർഷമെങ്കിലും ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാനുള്ള ക്ഷമ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഒരു സിമ്പിൾ റൂൾ ഓർക്കുക. നിങ്ങൾക്ക് 15-20 സ്റ്റോക്കുകൾ എപ്പോഴും ട്രാക്ക് ചെയ്യാൻ സമയമില്ലെങ്കിൽ ഒരു സൂ ഉണ്ടാക്കരുത്. അതായത് കയ്യിലുള്ള പൈസ മുഴുവൻ കുറെ സ്റ്റോക്കുകളിൽ വാരിയിടരുത്. പകരം നല്ല ക്വാളിറ്റിയുള്ള 3 മുതൽ 5 വരെ ലാർജ് ക്യാപ് കമ്പനികളിൽ മാത്രം കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. 50 വയസ്സിന് മുകളിലുള്ളവർക്ക് പറ്റിയ ഒരു മിക്സ് ഞാൻ പറഞ്ഞുതരാം. ഒരു ജനറൽ എക്സാമ്പിൾ ആണ്. നിങ്ങൾക്ക് അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണ്. 60-70% നിങ്ങളുടെ കോർ ഇൻവെസ്റ്റ്മെന്റ് ഇൻഡെക്സ് ഫണ്ടുകളിലോ മറ്റ് മ്യൂച്വൽ ഫണ്ട് SIP-കളിലോ ആയിരിക്കണം. 20-30% നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഹൈ ക്വാളിറ്റി ലാർജ് ക്യാപ് സ്റ്റോക്സിൽ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. 10% എപ്പോഴും ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ ലിക്വിഡ് ഫണ്ടായിട്ടോ കയ്യിൽ വെക്കുക. മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ നല്ല സ്റ്റോക്സ് വാങ്ങാനും എമർജൻസിക്കുമായിട്ട് ഇത് ഉപകരിക്കും. മൂന്നാമതായിട്ട്, സുരക്ഷിതമായ ട്രേഡിങ്ങിന് കർശനമായിട്ടുള്ള നിയമങ്ങൾ അത്യന്താപേക്ഷിതമാണ്. അപ്പൊ ഇനി ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. 50 വയസ്സ് കഴിഞ്ഞവർക്ക് സ്വിംഗ് ട്രേഡിംഗ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരം തീർച്ചയായിട്ടും ഉത്തരം റെക്കമെൻഡ് ചെയ്യും എന്നുള്ളത് തന്നെയാണ്. വളരെ സേഫ് ആയിട്ടുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. എന്നാൽ ഇൻട്രാഡേ ട്രേഡിംഗ്, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, പിന്നെ ലിവറേജ്, അതായത് കടം വാങ്ങി ട്രേഡ് ചെയ്യുന്നത്, ഇതൊക്കെ ഒരു കാരണവശാലും നമ്മൾ ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണ് ആ ഒരു റെസ്ട്രിക്ഷൻ ഞാൻ വെക്കുന്നത് എന്ന് കൂടി പറയാം. ലിവറേജ് എന്ന് പറയുന്നത് നമ്മൾ കടം വാങ്ങി ട്രേഡ് ചെയ്യുകയാണ്. നമുക്ക് പ്രോഫിറ്റബിൾ ആകാം അല്ലെങ്കിൽ ലോസ് ആകാം. തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്ന് ഒരു ഉറപ്പില്ലാത്ത ഒരു ബിസിനസ്സിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അപ്പോ നിങ്ങളുടെ റിട്ടയർമെന്റിന് വേണ്ടി കൂട്ടിവെച്ച പൈസയോ അല്ലെങ്കിൽ 1-2 ട്രേഡിൽ കളയുന്നത് തീർച്ചയായിട്ടും ഒരു സൂയിസൈഡൽ മൂവ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അവയൊക്കെ ഒഴിവാക്കുക. നിങ്ങൾക്കൊരു സ്വിംഗ് ട്രേഡിംഗ് അല്ലെങ്കിൽ കുറച്ച് ദിവസം, ആഴ്ചകൾ വരെ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് ചെയ്യണമെങ്കിൽ ഈ റൂൾസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ മതിയാവും. നിങ്ങളുടെ കയ്യിലുള്ള എക്സ്ട്രാ പണം മാത്രം ഉപയോഗിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. നല്ല ലിക്വിഡിറ്റി ഉള്ള, അതായത് പെട്ടെന്ന് വാങ്ങാനും വിൽക്കാനും പറ്റുന്ന ലാർജ് ക്യാപ് സ്റ്റോക്കുകളിൽ മാത്രം ട്രേഡ് ചെയ്യുക. ഓരോ ട്രേഡിനും ഒരു സ്റ്റോപ്പ് ലോസ് നിർബന്ധമായിട്ടും വെക്കണം. അതായത് നിങ്ങൾ വിചാരിച്ചതിലും താഴെ സ്റ്റോക്ക് പോയാൽ ചെറിയൊരു ലോസിൽ വിറ്റ് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഒരു സ്റ്റോക്ക് താഴേക്ക് പോകുമ്പോൾ വില കുറഞ്ഞല്ലോ എന്ന് കരുതി വീണ്ടും വീണ്ടും ആവറേജ് ചെയ്ത് വാങ്ങി കൂട്ടരുത്. ഇമോഷണൽ ഡിസിഷൻസ് എടുക്കരുത്. ഇതും ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ലോസ് വന്നാൽ അത് റിക്കവർ ചെയ്യാൻ വീണ്ടും ഒരു റിവെഞ്ച് ട്രേഡ് ചെയ്യരുത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിസ്ക് മാനേജ്മെന്റ് റൂൾ ഇതാണ്: നിങ്ങളുടെ ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ 5% കൂടുതൽ ഒരു സ്റ്റോക്കിലും ഇൻവെസ്റ്റ് ചെയ്യരുത്. ഇത് നിങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെട്ട കമ്പനിയാണെങ്കിലോ അല്ലെങ്കിൽ എത്രയും വലിയ ഓപ്പർച്യൂണിറ്റി തരുന്ന കമ്പനിയാണെങ്കിലോ ഒരു മൾട്ടി ബാഗർ ഉറപ്പാണ് എന്ന് ആര് പറഞ്ഞാലും ഈ ഒരു മോശം ഡിസിഷൻ നിങ്ങൾ എടുക്കാൻ പാടില്ല. ഉദാഹരണത്തിന്, നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് 20 lakhs ആണെങ്കിൽ ഒരു സ്റ്റോക്കിൽ 1 ലക്ഷം രൂപയിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒഴിവാക്കുക. മറ്റൊരു കാര്യം കൂടി വളരെ ഇമ്പോർട്ടന്റ് ആണ്. F&O ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല, അത് മെയിനായിട്ടും സ്പെക്കുലേഷൻ ആണ്. അതായത് ഊഹക്കച്ചവടത്തിനുള്ള ഒരു ടൂള് തന്നെയാണ്. 50 വയസ്സ് കഴിഞ്ഞവരെ സംബന്ധിച്ച് വളരെ പെട്ടെന്ന് നിങ്ങളുടെ ക്യാപിറ്റൽ ഇല്ലാതാക്കാൻ അത് ഒരു കാരണമായേക്കാം. ഓപ്ഷൻ പ്രീമിയം 0 ആയി പോകാൻ സാധ്യതയുണ്ട്. ഫ്യൂച്ചേഴ്സ് നിങ്ങളുടെ ലോസ് ഇരട്ടിയാക്കും. റിട്ടയർമെന്റ് പണം വെച്ച് പെട്ടെന്നുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നോക്കുന്നത് വെറുതെ തലവേദന ക്ഷണിച്ചു വരുത്തുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് സാധ്യതകളൊക്കെ നിങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അടുത്ത റൂള്, സ്ഥിര വരുമാനത്തിന് ഡിവിഡന്റ് ഓഹരികൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. 50 വയസ്സ് കഴിഞ്ഞവർക്ക് ഒരു റെഗുലർ ക്യാഷ് ഫ്ലോ കിട്ടുന്നതിന് ഇതൊരു നല്ല ഓപ്ഷൻ തന്നെയാണ്. ഒരു വാണിംഗ് ഉണ്ട്, നല്ല ഡിവിഡന്റ് തരുന്നത് എന്ന് വെച്ചാൽ ഒരു കമ്പനിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യരുത്. ചിലപ്പോൾ ആ കമ്പനിയുടെ സ്റ്റോക്സ് പ്രൈസ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഡിവിഡന്റ് ഈൽഡ് കൂടുതലായിട്ട് കാണിക്കുന്നത് ആ ഒരു കാരണം കൊണ്ട് തന്നെയായിരിക്കും. ഇതൊരു ട്രാപ്പ് ആകാൻ സാധ്യതയുണ്ട്. അപ്പൊ നല്ലൊരു ഡിവിഡന്റ് സ്റ്റോക്ക് തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനമായിട്ടും ഇനി പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒന്നാമതായിട്ട്, കൺസിസ്റ്റന്റ്ലി പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനി ആയിരിക്കണം. കമ്പനിക്ക് കടം കുറവായിരിക്കണം. മുമ്പും കറക്റ്റ് ആയിട്ട് ഡിവിഡന്റ് കൊടുത്തിട്ടുള്ള ഒരു ഹിസ്റ്ററി ഉണ്ടോ എന്ന് നമ്മൾ കൺഫേം ചെയ്യേണ്ടതുണ്ട്. പിന്നെ സ്റ്റേബിൾ ആയിട്ടുള്ള ബിസിനസ് മോഡൽ ആയിരിക്കും. സാധാരണയായിട്ട് എനർജി, പബ്ലിക് സെക്ടർ, ഇൻഫ്രാസ്ട്രക്ചർ പോലെയുള്ള സെക്ടറുകളിലെ വലിയ കമ്പനികൾക്കാണ് നല്ല ഡിവിഡന്റ് ലഭിക്കാറുള്ളത്. എന്നാലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഓരോ കമ്പനിയും ഇപ്പോഴത്തെ അവസ്ഥയും ഡിവിഡന്റ് ഹിസ്റ്ററിയും ഒക്കെ ചെക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓർക്കുക, ഡിവിഡന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സാലറിക്ക് പകരമുള്ള ഒരു മാജിക് അല്ല. നിങ്ങളുടെ ഇൻകത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എക്സ്ട്രാ സോഴ്സ് ആണ്. നിങ്ങളുടെ മെയിൻ ഗോൾ എപ്പോഴും ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യുക, ഒരു റീസണബിൾ ആയിട്ടുള്ള ഗ്രോത്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമായിരിക്കണം. അപ്പോ 50 വയസ്സിന് മുകളിലുള്ളവർ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആ ഒരു രീതിയെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. ഒന്നുകൂടി റീക്യാപ്പ് ചെയ്തു പോകാം.
റൂൾ 100 പോലെയുള്ള ഗൈഡ് ലൈൻസ് വെച്ച് നിങ്ങളുടെ ഏജ് അനുസരിച്ച് ഇക്വിറ്റിയിലും ഡെപ്റ്റിലുമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡ് ചെയ്യുക. നിങ്ങളുടെ കോർ ഇൻവെസ്റ്റ്മെന്റ് SIP വഴി ഇൻഡെക്സ് ഫണ്ടിലോ അല്ലെങ്കിൽ ലാർജ് ഫണ്ടിലോ ഒക്കെ ഫോക്കസ് ചെയ്യുക. നേരിട്ട് സ്റ്റോക്ക് വാങ്ങുകയാണെങ്കിൽ 5% റൂൾ പോലെയുള്ള റിസ്ക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ക്വാളിറ്റി കമ്പനികളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. F&O, ഇൻട്രാഡേ എന്നിവ ഫുൾ ആയിട്ട് ഒഴിവാക്കുക. ഒരു എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി ഡിവിഡൻഡ് തരുന്ന സ്റ്റോക്സ് പരിഗണിക്കാം, പക്ഷേ ക്വാളിറ്റിയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ 50 വയസ്സ് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റിന്റെ മീനിങ് തന്നെ മാറും. ഇനി നമുക്ക് വേണ്ടത് ഡിസിപ്ലിൻ ആണ്. പ്രൊട്ടക്ഷൻ ഫസ്റ്റ്, ഗ്രോത്ത് സെക്കൻഡ് എന്ന ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ലൈഫിന്റെ ഈ ഒരു സ്റ്റേജ് ശരിയായ ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാൻ ഒട്ടും വൈകിട്ടില്ല. തുടങ്ങുക എന്നാണ് ഏറ്റവും വലിയ പ്രധാനം. ഇവിടെ സംസാരിക്കുന്നത് ഒരു വലിയ ഫാന്റസി റിട്ടേണിനെ കുറിച്ചല്ല, സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ അഡ്വൈസിനെ കുറിച്ചാണ് ഞാൻ ഏതാണ്ട് പറഞ്ഞു പോയത് എന്ന് തന്നെയാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് അറിയിക്കുക. എന്ത് സംശയത്തിനും ഞാൻ കമന്റുകളായിട്ട് മറുപടി തരുന്നതാണ്. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിലൂടെ കൂടുതൽ വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. തീർച്ചയായിട്ടും വീഡിയോ കണ്ടതിന് നന്ദി, ഒരുപാട് സന്തോഷം. ഇനിയും പുതിയ വീഡിയോകളുമായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് വരാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.